എനിക്ക് ശരണം പ്രാപിക്കാൻ ഒരു ചിറകിന്റെ നിഴലുണ്ട്. എത്ര പേര് ആമീൻ പറയും? 91 സങ്കീർത്തനത്തിൽ വായിക്കുക, കോഴി തന്റെ കുഞ്ഞിനെ തൂവല് കൊണ്ട് മൂടുന്ന പോലെ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചൊരു ഭാഗം മത്തായി സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കണ്ടോ? ആ ദേശത്തിന്റെ അതിന് തൊട്ടുമുകളിൽ ആ ദേശം ഏതൊക്കെ വായിക്കുന്നു? സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം. ഈ ദേശത്തിന്റെ പ്രത്യേകത, ഇവര് മരണനിഴലിലിരിക്കുക. പക്ഷേ ആ നിഴലിനെ തകർക്കുന്നൊരു വെളിച്ചം അവിടേക്ക് വെളിപ്പെട്ടു. ആരാണ് വെളിച്ചം? ക്രിസ്തു. അങ്ങനെങ്കിൽ ചില വീടുകൾക്കകത്ത് മരണനിഴൽ കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കേണ്ടത് ദൈവത്തിന്റെ നിഴലാണ്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത, പാർക്കാൻ അനുവദിക്കാത്ത, മരണഭീതിയുള്ള നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവത്തിൻ്റെ നിഴല് നിന്റെ മേൽ വ്യാപരിക്കുക. 30 വർഷം പുറകിൽ ഓരോ വർഷവും ഓരോരുത്തരും മരിക്കുന്നൊരു മരണനിഴല് എൻ്റെ വീടിന്മേലുണ്ടായിരുന്നു. സ്തോത്രം. ഏറ്റവും പുറകിലിരിക്കുന്ന ദൈവദാസി 2-3 ദൈവദാസന്മാരെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആ കുടുംബം ഒരൊറ്റ പ്രാർത്ഥന, അന്ന് എൻ്റെ വീട്ടിന് മേൽ വ്യാപരിച്ച മരണനിഴല് പൊട്ടി. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ദൂത് പറയുക, സംഭവിക്കാൻ ഉണ്ടാക്കിയ ദുഷ്ടന്റെ നിഗൂഢ പദ്ധതികളെ വഴിമാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ നിഴല് ഇന്ന് നിന്റെ മേൽ വീഴണം. ഞാൻ ആത്മാവിൽ വെളിപ്പെടുത്തി തരിക, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ നിഴല് വീഴണം. നിഴലെന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെങ്കിൽ നിഴലും ഉണ്ട്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ബോധ്യം തരിക, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ നിഴല് നിന്റെ മേൽ വീണാൽ നിന്റെ വീട്ടിൽ ആരംഭിക്കാൻ പോവാ. ഇന്ന് വിശ്വസിക്ക് ആമീൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും പിന്നെ പറയാവോ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പാർക്കുന്നത് എവിടാണ്? സർവശക്തന്റെ നിഴലിലാണ്. നീ നടക്കുമ്പോഴും നിന്റെ കൂടെ ഒരു നിഴലുണ്ട്. നിന്നെ ചിലരൊക്കെ ഇല്ലായ്മപ്പെടുത്താൻ പദ്ധതിയിട്ടു, പക്ഷെ നിന്നോട് അടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നീ ഒരുവന്റെ നിഴലിലാണ്. തകർന്നു പോകുമെന്ന് നിനക്ക് തന്നെ തോന്നി, പക്ഷെ നീ തകർന്നു പോയില്ല. കാരണം എന്തോ ഒരു കാര്യം നിന്നെ ബാലൻസ് ചെയ്യുന്നു. അതെന്തുവാന്ന് പറഞ്ഞറിയിക്കാൻ നിനക്കറിയത്തില്ല. ആ നിഴല് നിന്റെ മേൽ കിടപ്പുണ്ട്. നീ ഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ, ആകാശത്തൂടെ യാത്ര ചെയ്തപ്പോൾ, വലിയ കുരുക്കി ചെന്ന് കയറിയപ്പോൾ ആ നിഴല് നിന്നെ ഭാവി വലയം ചെയ്യുകയാണ്. 57-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പെട്ടെന്ന് ദൂതിലോട്ട് വരട്ടെ. 57-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഓ, എനിക്ക് ശരണം പ്രാപിക്കാൻ ഒരു ചിറകിന്റെ നിഴലുണ്ട്. എത്ര പേര് ആമീൻ പറയും? 91 സങ്കീർത്തനത്തിൽ വായിക്കുക, കോഴി തന്റെ കുഞ്ഞിനെ തൂവല് കൊണ്ട് മൂടുന്ന പോലെ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവം പറയുക, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നിന്റെ വീടിന് തീർപ്പെഴുതിയതാ. എതിരാളി താളിയോലകളിൽ നിന്റെ കുടുംബത്തിന്റെ അന്ത്യം എഴുതിയ താളിയോല ഇന്നും അങ്ങനെ നിൽക്കുമ്പോഴും നീ ഈ ശാലയത്തിൽ കയറി സ്തോത്രം പറയാൻ കാരണം ആ ഒരെഴുത്തുകൾക്കും അടുക്കുവാൻ കഴിയാത്ത ഒരു ചിറകിന്റെ നിഴല്. നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്ന സ്ഥലം ഞാൻ കാണുന്നത് ടിൻഷീറ്റ് അല്ല, മുകളിൽ അതിൻ്റെ മുകളിൽ ഒരുത്തൻ ചിറക് വിരിച്ചു നിൽക്കുക. ഓ, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കാതെ വണ്ണം എന്റെ ദൈവം ഇതാ ചിറക് വിരിച്ച്. ഒരു തിരിച്ചറിവെന്നുണ്ടാകണം, നീ ജീവിച്ചിരിക്കുന്നത് നിന്റെ മിടുക്കല്ല. ദൈവമേ എന്നോട് കൃപയുണ്ടാകണേ, എന്നോട്
കൃപയുണ്ടാകണേ. ഈ ആപത്തുകൾ, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. ഒരു കാര്യം ഞാൻ പറയാം, ആപത്തുകൾ ഒഴിഞ്ഞു പോകും. ഒരാമയും പറഞ്ഞാട്ട് എന്തോ പറയും? കർത്താവ് പറയുന്നു, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ നിറഞ്ഞിരിക്കണം. എനിക്കെന്തോ ദൈവാത്മാ പറയാം, ആപത്തുകൾ ഒഴിഞ്ഞു പോകും. നിന്റെ സന്തതിക്കെതിരെ വരുന്ന ആപത്തുകൾ ഒഴിഞ്ഞു പോകും. ചിലത് നിന്റെ വീടിനെ കുറിച്ച് ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, ആത്മാവ് പറയുന്നു അത് ഒഴിഞ്ഞു പോകും. എപ്പോഴും ഒരു വെളിപ്പാടൂടെ പറയാം, ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്യുന്ന പോലെ പിശാചും പ്ലാൻ ചെയ്യും. ഞാനിപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ പ്ലാൻ ചെയ്യുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് സ്തോത്രം കുമളി കൂടെ കയറി ഡിണ്ടിക്കലി ചാടി സ്തോത്രം ഞാൻ ബാംഗ്ലൂർക്ക് പോവുക, പ്ലാൻ ചെയ്യുക. ബാംഗ്ലൂരിൽ ചെന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഒരു ദിവസം പ്രസംഗിച്ച് ചൊവ്വാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തിരുവല്ല വരാൻ പോകും. ഞാൻ പ്ലാൻ ചെയ്തേക്കുക. ചെല്ലുന്ന സമയം, താമസിക്കേണ്ട ഹോട്ടൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുക. ഇതുപോലെ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്തോത്രം എന്നെ ലക്ഷ്യത്തിൽ എത്തിക്കാതെ വണ്ണം പിശാചും പ്ലാൻ ചെയ്യും. പക്ഷേ ആ പ്ലാൻ ഒന്നും നമ്മളിൽ വർക്കൗട്ട് ആകാത്ത എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന വിഷയത്തിലൊരു നിഴല് വീണ് കിടക്കുക. ഒഴിയുന്ന എങ്ങനെയാന്ന് ഞാൻ പറയാം. ഏത് ആങ്കൊച്ച് ജനിച്ചാലും കൊല്ലാൻ നിയമം രാജ്യത്ത് നിൽക്കുക. സകല പിള്ളാരെയും പിടിച്ച് നീലനദിക്കകത്തിടുക. കൊച്ചുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ചോരക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ച് ചമി പന്ത് പോലെ ഊതി വീർത്ത് ചത്തു പൊങ്ങിക്കിടക്കുക നദിക്കകത്ത്. ആ നദിക്കകത്തോട്ടൊരു ഞാങ്ങണ പെട്ടകത്തിൽ മോശക്കുഞ്ഞിനെയും കൊണ്ടുവച്ചു. മിരിയാം ദൂരെ നിന്ന് നോക്കുക, അവന് എന്തു ഭവിക്കും? മിരിയാമേ, നീ മനസ്സിൽ കരുതിയതൊന്നും ഭവിക്കത്തില്ല, അത് ഒഴിഞ്ഞു പോകും. നീ ഈ കുഞ്ഞുങ്ങളെപ്പോലെ ഇവനെ മുക്കിക്കൊല്ലാനാ പ്ലാൻ. പക്ഷെ ഇവൻ ജനിച്ചപ്പോ മുതൽ ഇവന്റെ പേരൊരു നിഴല് കിടപ്പുണ്ട്. ജീസസ്, നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. പ്രതീക്ഷിക്ക്. സാഹചര്യത്തിനെതിരെ ശബ്ദിക്ക്. നീ പ്രതീക്ഷിക്ക്. ആരുടെ വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കും. ഇന്ന് വരെ സാക്ഷ്യം പോലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ നിന്റെ കാര്യത്തിൽ ചിലത് ഒഴിഞ്ഞു പോവും. നോക്കിക്കേ, മോശയുടെ പെങ്ങൾ നോക്കി നിൽക്കുക. അവന് എന്ത് ഭവിക്കും? ഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയത് ഭവിക്കുന്ന സീനായി ഇവള് കാണുന്നത്. എന്താ? സാധാരണ ഭടന്മാര് കണ്ടാൽ പെട്ടകം കുത്തിത്താക്കും. ഇവിടെ ഭടനല്ല കണ്ടത്, ഓർഡർ ഇട്ടവന്റെ പുത്രിയാ കണ്ടേ. കൊച്ചിനെ കയ്യിലെടുത്തു പിടിച്ചു. ഹമി സ്തോത്രം. ഹമി ഇങ്ങനെ കഴുത്ത ഞെക്കി അങ്ങോട്ട് എറിയേണ്ടവിടെ മുഖഭാവം മാറി. ഞാനൊരു വെളിപ്പാട് പറയാം. തമ്പുരാൻ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിനക്ക് കൃപ തന്നാൽ അത് നിനക്ക് പോലും അത്ഭുതമായിരിക്കും.